ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ എന്തിനായിട്ടെന്ന് വെച്ചാൽ ഇവൾ ഹീറ്റിലാണ്. മിക്കവാറും പശു വളർത്തുന്ന എല്ലാവർക്കും എന്താ ഹീറ്റ്, എന്തൊക്കെയാണ് സിംറ്റംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ പുതുതായിട്ട് വളർത്താൻ തുടങ്ങിയ ആൾക്കാരാകുമ്പോൾ അവർക്കറിയില്ലല്ലോ. ഇവൾ കണ്ടോ, ഇവൾക്ക് യാതൊരുവിധ റെസ്റ്റും ഇല്ല, നിന്ന് ചാടിക്കൊണ്ടിരിക്കുക. അടുത്ത പശുവിനെ അല്ലെങ്കിൽ കാളയെ മുകളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പ് അവൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുത്തിവെക്കുകയാകുമ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ഏകദേശം ഒരു 21 ദിവസം ആണ് എക്സാക്റ്റ് ഹീറ്റ് സൈക്കിൾ എന്ന് പറയുക. നമ്മൾ ആർത്തവചക്രം എന്ന് പറയില്ലേ, അങ്ങനെയുള്ളത്. അത് ഒരു 18 ദിവസം തൊട്ടിട്ട് ഒരു 23-24 ദിവസം വരെ പശുക്കളുടെ കണ്ടീഷൻ, ആരോഗ്യമൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഹീറ്റിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു എറൗണ്ട് ഒരു 6 മണിക്കൂർ തൊട്ടിട്ട് ഒരു 24 മണിക്കൂർ ഒക്കെ ഇതിന് സിംറ്റംസ് കാണിക്കും. ചില പശു ഒരു ദിവസം 2 ദിവസമൊക്കെ കാണിക്കുന്ന പശുക്കളുണ്ട്. അപ്പോൾ കുത്തിവെക്കുകയാണെങ്കിൽ ഹീറ്റ് സിംറ്റം കാണിച്ചിട്ട് ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുത്തിവെക്കുക മിനിമം. 2 ദിവസം കാണിക്കുന്ന പശുക്കളാണെങ്കിൽ ഒരു ദിവസവും കുത്തിവെക്കണം, അടുത്ത ഒരു സ്ട്രോ അതിൻ്റെ തൊട്ടടുത്ത ദിവസവും കുത്തിവെക്കണം. എന്നാലാണ് ചെന പിടിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതൽ. ഇവളിത് ഇന്ന് തീറ്റയും വെള്ളമൊക്കെ നന്നായി എടുത്തിട്ടുണ്ട്. ചില പശുക്കൾ തീറ്റ എടുക്കാറില്ല, കറവ കുറവായിരിക്കും, ചേർത്തുന്നത് കുറവായിരിക്കും. ഇന്ന് ഇവളുടെ പാല് കുറച്ച് കുറവായിരുന്നു. പിന്നെ കയറഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അടുത്ത പശുവിൻ്റെ മുകളിലേക്ക് കയറും. പിന്നെ നമ്മൾ പുറഭാഗത്ത് ഇങ്ങനെ വജൈനൽ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടാണ് കാണാത്തത്. നല്ല ജെല്ല് പോലെയുള്ള ഇത് ഡിസ്ചാർജ് ഉണ്ടാവും. നല്ല തിക്കായിട്ടല്ല ഉണ്ടാവുക. ചെനപ്പശുക്കൾക്ക് നല്ല തിക്കായിട്ട് ആണ് ഡിസ്ചാർജ് ഉണ്ടാവുക. ഹീറ്റായ പശുക്കൾക്ക് നല്ല ജെല്ല് പോലെ, നമ്മൾ കോഴിമുട്ട ഉടച്ചൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വരില്ലേ, അതേപോലെയുള്ളത്. ഇപ്പോൾ ഇതേമാതിരി ക്രോസ് ബീഡ് പശുക്കൾക്കൊക്കെ ആണെങ്കിൽ അളവ് ഒരു 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെ വരുന്ന പോലെയാണ് വരിക മിക്കവാറും. പക്ഷേ HF ക്രോസ് ബ്രീഡുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല, കുറച്ചായിട്ടേ ഉണ്ടാവുള്ളൂ. കറക്റ്റായിട്ട് ഇത്ര അളവ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് നോക്കുമ്പോൾ അറിയാം. അത് രാവിലെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ നോക്കണം, അപ്പോൾ അറിയാം. അത് ഇവൾക്ക് കണ്ടതോ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഉണങ്ങി നിൽക്കുന്നത് കാണാം സൈഡിൽ. ഇത് കണ്ടോ, അങ്ങനെ. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഹീറ്റാണ് എന്ന് അറിയാനുള്ള സയൻസ്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പശു ഹീറ്റിലാണെന്ന് ഉറപ്പിക്കാം. വെറുതെ കിടന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ആ വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കും അവൾ കുത്തിവെച്ച് റെഡിയാവുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ കാളയെ കൊണ്ട് ചവിട്ടിക്കുന്നത് വരെ. ഓക്കെ, ഇതാണ് ഹീറ്റിൻ്റെ സയൻസ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും സിഗ്നലുകൾ നിങ്ങളുടെ മാട് കാണിക്കാറുണ്ട് പശു എങ്കിൽ നിങ്ങൾ എനിക്കും കൂടെ അറിയിച്ചു തരിക. അപ്പോൾ ഞാനും കൂടെ അത് പഠിച്ചെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ സൈലൻറ്റ് ഹീറ്റിലുള്ള പശുക്കളെ നമ്മൾ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൈക്കിളിൽ ഹീറ്റായിട്ട് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് അത് ഡിസ്ചാർജ് ആയോ ഇല്ലയോ എന്നറിയണം. അടുത്ത സൈക്കിളിൽ ഹീറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഹീറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ 32 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് കൺഫേം ചെയ്യണം. പിന്നെ നമ്മൾ കൈയിട്ട് നോക്കി കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 72-75 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെയോ എയോ വിളിച്ച് അകത്തേക്ക് കൈയിട്ട് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.